കോൺഗ്രസിൻ പ്രതിഷേധം. കോൺഗ്രസിൻ പ്രതിഷേധം. കോൺഗ്രസിൻ പ്രതിഷേധം. വെള്ളവുമില്ല, കറണ്ടുമില്ല, വെട്ടവുമില്ല. കറണ്ടുമില്ല, വെട്ടവുമില്ല. കറണ്ടുമില്ല, വെട്ടവുമില്ല. കറണ്ടുമില്ല, വെട്ടവുമില്ല. കേരളമാകെ ഇരുട്ടിലാണ്. കേരളമാകെ ഇരുട്ടിലാണ്. കേരളമാകെ ഇരുട്ടിലാണ്. കേരളമാകെ ഇരുട്ടിലാണ്. കേരളമാകെ ഇരുട്ടിലാണ്. കേരളമാകെ ഇരുട്ടിലാണ്. വെളിച്ചമെവിടെ സർക്കാര്? വെളിച്ചമെവിടെ സർക്കാര്? വെളിച്ചമെവിടെ സർക്കാര്? വെളിച്ചമെവിടെ സർക്കാര്? കേരളത്തിൽ ഇങ്ങനെ അപ്രഖ്യാപിതമായ ഒരു ലോഡ് ഷെഡിംഗ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ജീവനക്കാർക്ക് നമ്മൾ വെളിച്ചം നൽകുന്ന മെഴുകുതിരിയും തീപ്പെട്ടിയും നിങ്ങളുടെ ആവശ്യത്തിനുള്ള മെഴുകുതിരിയും തീപ്പെട്ടിയും സമർപ്പിക്കാനുള്ളതാണ് നമ്മുടെ സമയം. ഒരു പ്രതീകാത്മകമായ പ്രതിഷേധമാണ്. സഹകരിച്ചതിന് നന്ദി. താങ്ക് യു. ഈ ലോഡ് ഷെഡിങ്ങിൽ ഇവിടെ നിങ്ങൾക്ക് ഉൾപ്പെടെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ നമുക്കറിയില്ല. 15 മിനിറ്റ് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പൊ അതിന്റെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി. കടക്കാനുണ്ടായ സാഹചര്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ് അവരവരുടെ PR ഏജൻസികളുടെ പിൻബലത്തിൽ 10 വർഷക്കാലം പവർ കട്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ഒരു ഗവൺമെന്റ് കേവലം തെരഞ്ഞെടുപ്പ് അവസാനിപ്പിച്ചപ്പോ അവര് അപ്രഖ്യാപിതമായി കേരളത്തിൽ മുഴുവൻ പവർ കട്ടും ലോഡ് ഷെഡിംഗും ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കടുത്ത ചൂടിൽ ആളുകൾ വളരെ വലിയ രീതിയിലുള്ള യാതനകൾ അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കഴിയുന്നത്. നമുക്കറിയാം, രാത്രി കിടന്നുറങ്ങാൻ ഫാനിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ പോലും കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളം. ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് കേരളം എന്നുള്ളത്. ആ സാഹചര്യത്തിൽ പോലും കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്രഖ്യാപിതമായ ഒരു ലോഡ് ഷെഡിംഗ് ഓരോ വീടറിന് കീഴിലും 15 മിനിറ്റ് ലോഡ് ഷെഡിങ്ങുകൾ നടത്തുക. മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും, എത്ര വലിയ വൈദ്യുതി പ്രതിസന്ധികൾ കേരളം നേരിട്ടാലും ഞങ്ങൾ അന്യ സംസ്ഥാനത്ത് നിന്നും ആ വൈദ്യുതി കടം വാങ്ങിയെങ്കിലും ഞങ്ങൾ ഈ നാട്ടിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാക്കില്ല എന്ന് അവര് വിടുവായത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളും, എന്നാൽ അതിന്റെ പ്രവർത്തനം നേരെ വിരുദ്ധമായി ഭരണാധികാരികളെ കബളിപ്പിച്ചുകൊണ്ട്, ഇന്നാട്ടിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട്, ഇന്നാട്ടിലെ സാധാരണക്കാരെ കബളിപ്പിച്ചുകൊണ്ട് KSEB ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ലോഡ് ഷെഡിംഗ് നടത്തുക.